ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതെന്ത് വീഡിയോ എന്ന് പറയും, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ ഒരു മാരേജ് ഫംഗ്ഷന് പോകാൻ നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫേസ് വാഷൊക്കെ ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും സിറം എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിൻ കെയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലെൻസ് അപ്ലൈ ചെയ്ത്. അതിന് ശേഷം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തു. കൺസീലറും കുറച്ച് ഫൗണ്ടേഷൻ മാത്രമാണ് ഈ ഒരു മേക്കപ്പ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. കളർ കറക്ടറോ ഹൈലൈറ്ററോ ബ്ലഷോ സെറ്റിംഗ് സ്പ്രേ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ കൺസീലറൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു കേട്ടോ. പ്രൊഡക്റ്റ് എല്ലാം ഞാൻ മാക്സിമം ടാഗ് ചെയ്ത് കൊടുക്കാൻ കിട്ടുന്നതൊക്കെ ഞാൻ ലാക്മേയുടെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് മോയ്സ്ചറൈസറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത്. അത്രയും തന്നെയാണ് ഫേസ് മേക്കപ്പ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം കണ്ണെഴുതിട്ടോ. കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്ത് ഫേസ് സ്കാനറുടെ ഈ ഒരു കാജലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്മഡ്ജ് ചെയ്യുന്നൊരു ബ്രഷ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു സ്മോക്കി ആയി പോലെ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. കാര്യം കണ്ണ് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കണ്ണ് നല്ല ഡാർക്കായിട്ട് എഴുതിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടു. അപ്പോൾ എൻ്റെ കയ്യിലായി എവിടെയോ കാജൽ, അത് ഞാൻ തൂത്ത് കളഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കാജൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി ഒരു കാജൽ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ നല്ല രസമായിരിക്കും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് കാജൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ്, അങ്ങനെ നാച്ചുറൽ ഒരു ഇത് തോന്നിട്ട് എനിക്ക്. അപ്പോൾ ഇതാണ് ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞപ്പോൾ ഉള്ളൊരിത്. അപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് മേളിൽ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ചെറിയൊരു ബേൺഡ് ഓറഞ്ചും ബ്രൗണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്മോക്കി ആയി ലുക്ക് കൊടുത്തുട്ടോ. സെയിം കാജൽ തന്നെയാണ് മേളിൽ ബ്ലെൻഡ് ചെയ്തത്. അതിൻ്റെ മേളിലാണ് ഈ ഒരു ബ്രോ പാലറ്റിൽ നിന്ന് ഞാൻ ഈ 2 ഷെയ്ഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്. ഇതൊരു ലെഹങ്കയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു വട്ടം കോയമ്പത്തൂർ പോയപ്പോൾ എടുത്തിരുന്നതാണ് കേട്ടോ. ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ കമ്മൽ ഞാൻ നമ്മുടെ ഉർവശി, എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലുള്ള ഉർവശിയിൽ നിന്ന് വാങ്ങി കേട്ടോ. നല്ല കമ്മലാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇത് ഇട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് ഭയങ്കര വെയിറ്റ് ഇല്ല, ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഇത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോട് അടുത്തുള്ള ഒരു ലുക്കാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴും എൻ്റെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ലോണം വെയിലടിച്ചിട്ടോ. അതാണ് ഇങ്ങനെ കുറച്ചൊന്ന് ഇതായിട്ടിരിക്കണേ. അപ്പോൾ ഇതാണ് ഈ ഒരു ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയട്ടെ. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.